വെള്ളക്കെട്ട് ഒഴിയാതെ മനക്കൊടി പുള്ള് റോഡ് വാഹനയാത്ര നിലച്ചിട്ട് 50 ദിവസം. ഡിവൈഎഫ്ഐ അരിമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുളവാഴിയും ചണ്ടിയും വാരി പ്രതിഷേധിച്ചു. മനക്കൊടി വാരിയമ്പടവിനോട് ചേർന്നൊഴുകുന്ന ഇറിഗേഷൻ മെയിൻചാലിൽ കുളവാഴയും കരിവാരിയും ചണ്ടിയും നിറഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളം പോകാൻ തടസ്സമായിരിക്കുകയാണ്. ഇതുമൂലം ഒരുപാട് ദൂരം വളഞ്ഞു സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. പാറളം, ചേർപ്പ്, ചാഴൂർ മേഖലകളിൽ നിന്നും അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ, കോൾ മേഖലകൾ വഴിയാണ് വെള്ളമൊഴുകി ഏനാമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത്. മഴക്കാലമായാൽ മനക്കൊടി പുള്ളു പ്രദേശം മുതൽ പെരുമ്പുഴ വരെ ഇറിഗേഷൻ പ്രധാന ചാലിൽ കുളവാഴയും അതിനിടയിൽ ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. തടസ്സങ്ങൾ നീക്കേണ്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് മനക്കൊടി പുള്ളു റോഡിലും വാരിയമ്പടവിലും അഞ്ചുമുറിപ്പടവിലും വെള്ളം ഒഴിയാത്തതിന്റെ കാരണമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. മാത്രമല്ല, മനക്കൊടി പുള്ളു റോഡിൽ പലയിടത്തും റോഡ് താഴ്ന്നാണ് കിടക്കുന്നത്. അതിനാൽ ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകി പലതവണ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. റോഡ് 1 മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിമാർക്കടക്കം നിവേദനം നൽകിയിരുന്നു. പുള്ളുപാലത്തിന് സമീപത്തെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരുന്ന ചണ്ടിയും കുളവാഴയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാരിമാറ്റി. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ PS മിഥുൻ, KG വിഷ്ണുപ്രസാദ്, വരുൺ, അനന്തകൃഷ്ണൻ, അഖിൽ, വിദ്യാധരൻ, ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TCV.